നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ.വി. പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഈ ബാക്ക് പെയിൻ, നടുവേദന. ഇപ്പോൾ നടുവേദന ഇല്ലാത്ത ചെറുപ്പക്കാരിലാണ് ഏറ്റവും കൂടുതൽ നടുവേദന നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ നടുവേദനയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം, നമുക്ക് മലബന്ധം ഉണ്ടെങ്കിൽ നടുവേദന വരാം. ആ മലബന്ധം കൊണ്ടെങ്കിൽ നടുവേദന വരാം. അതൊരു വലിയ ഇതൊരു നടുവേദന ഒരു വലിയ സബ്ജക്റ്റാണ്. അപ്പോൾ അതൊരു കാരണങ്ങൾ വരാം. പിന്നെ ലോങ് സിറ്റിംഗ്, ഇപ്പോൾ ഉദാഹരണം, ഒരേ സീറ്റിൽ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുക. അതിൻ്റെ ഉദാഹരണത്തിന് ഈ കമ്പ്യൂട്ടർ വർക്ക് ഒരു ജോലിക്ക് അവർ ഇരുന്ന് കഴിഞ്ഞാൽ 3 മണിക്കൂർ 4 മണിക്കൂർ ഒരേ ഇരിപ്പാണ്. അപ്പോൾ എന്ത് പറ്റും, ഈ ബാക്ക് പ്രഷർ കൊണ്ട് ഈ നമ്മുടെ നട്ടെല്ലിൻ്റെ പൊസിഷൻസ് മുഴുക്കത്തെറ്റും. ഇപ്പം ഈ വളരെ ചൊടിയായിട്ടും വളരെ ആരോഗ്യമായിട്ടും ആയിരിക്കും കമ്പ്യൂട്ടർ സെൻറ്ററിൽ ഒരു ജോലിക്ക് പോകുന്നത്. ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നിനും കൊള്ളില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സീറ്റിംഗ്, അങ്ങനെ നമ്മൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് സീറ്റ്, അതേക്ക് പിന്നെ കുഷനുള്ള സീറ്റിന് പിന്നെ കസേരകളൊന്നും ഇരിക്കാനേ പാടില്ല. അത് നമുക്ക് ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ ഒരു 10-15 മിനിറ്റ് ഇരിക്കാൻ വേണ്ടി മാത്രം കൊള്ളാം. നമ്മൾ ഇരിക്കാനുള്ള കസേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീടുകളിലും ഡൈനിങ് ടേബിളിനോട് ചേർന്ന് ഡൈനിങ്ങിൽ ഇരിക്കുന്ന കസേരയുണ്ട്. നല്ല നിവർന്നിരിക്കും അത്. ആ കസേര തന്നെ വേണം ഇരിക്കാൻ. പിന്നെ നടുവേദനയുടെ പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നട്ടലിനുണ്ടാകുന്ന തേയ്മാനം. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ പറയാം. ഈ തേയ്മാനം വന്നു കഴിഞ്ഞാൽ പല എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാൽസ്യത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ കാൽസ്യം സപ്ലിമെൻറ്റ് ഏറ്റവും പ്രധാനമാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ കാൽസ്യം ടാബ്ലറ്റ് വാങ്ങിക്കാം മാർക്കറ്റിൽ. പക്ഷേ അത് ഒരു കാര്യം ശ്രദ്ധിക്കണം, സാധാരണ കാൽസ്യം വാങ്ങിക്കരുത്. ആ കാൽസ്യത്തിൻ്റെ കൂടെ വൈറ്റമിൻ K27 കൂടെ ഉണ്ടോ എന്ന് നോക്കണം. അത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. ഇപ്പോൾ ഒരു 10 ഗുളികയ്ക്ക് 100 രൂപയാണെങ്കിൽ ഇത് അതിൻ്റെ ഒരു 3 ഇരട്ടിയാവും അതിൻ്റെ വില. പക്ഷേ എന്നിരുന്നാൽ തന്നെ ആ കാൽസ്യം നിങ്ങളുടെ ബോഡിയിൽ കംപ്ലീറ്റ് ചേരും. അഥവാ നമ്മൾ അതുപോലെ അല്ലെങ്കിൽ പിന്നെ കാൽസ്യം ഡിപ്പോസിറ്റ് ചെയ്തത് കിഡ്നി സ്റ്റോണൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെർട്ടിബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നട്ടല്, അത് കശേരുക്കളാണ്. അത് ഇങ്ങനെ കൊച്ചു സൈക്കിൾ ചെയിൻ പോലെ കൊച്ചു പിന്നെ ബോൺസാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. അത് പല രീതിയിലാണ്. അപ്പോൾ കഴുത്തിൻ്റെ അടുത്ത് വരാം, നടുവിൽ വരാം, പിന്നെ നെഞ്ചിൻ്റെ ഭാഗത്ത് വരാം. അങ്ങനെ ഓരോ രീതിക്ക് വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ തന്നെയും ഈ നടുവേദന അനുഭവപ്പെടാം. പിന്നെ അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലോങ് സിറ്റ്, അതായത് ഈ ബാക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം വാളിൽ ഇരുന്നാലും വരാം, നിൽക്കുന്നത് കൊണ്ടും വരാം. നിൽക്കുന്ന പറഞ്ഞാൽ വെറുതെ അല്ലല്ലോ. കാരണം നിൽക്കുന്നത് ഇത്രയും നമുക്ക് ഒരാളിന് പിന്നെ 50 പൗണ്ട് അല്ലെങ്കിൽ 100 പൗണ്ട് ഉണ്ടെങ്കിൽ ആ 100 പൗണ്ട് കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം താങ്ങേണ്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടലിനാണ്. പിന്നെ അതുപോലെ ഈ റൈഡിങ്, ഇപ്പോൾ പിന്നെ നമ്മുടെ നട്ടലിൻ്റെ പൊസിഷൻ മാറാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോട്ടോർ സൈക്കിള്, അതുപോലെ ഏതെങ്കിലും കുതിരവണ്ടി, ഇതുപോലെ ഈ ഗട്ടറിലുള്ള യാത്ര, ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നട്ടലിന് കുഴപ്പം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഷോക്ക് ഒബ്സർവർ പോലെയാണ്. അതുപോലെയാണ് നമ്മുടെ നട്ടല് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ നടുവേദന വന്നു കഴിഞ്ഞാൽ അത് നടുവിനെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്. അത് കൈകാലുകൾ കഴപ്പുണ്ടാവാം, കഴുത്തിന് വേദനയുണ്ടാകാം, അല്ലെങ്കിൽ കഴുത്തിന് കഴപ്പുണ്ടാവാം, പിന്നെ മുട്ടിന് താഴെ മുട്ടിന് മേളിലെല്ലാം വരാം. അതിൻ്റെ കാരണം എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിന് പ്രത്യേക എക്സസൈസുകളുണ്ട്. അതിൻ്റെ എക്സസൈസ് ചാർട്ടുകളൊക്കെ അവൈലബിളാണ്. അത് നിങ്ങൾ വാങ്ങിച്ചത് പ്രാക്ടീസ് ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം. അതൊരു യോഗ മാസ്റ്ററുടെ, യോഗ ഒഫീഷ്യലായിട്ട് പഠിച്ചിട്ടുള്ളവരുടെ ആയിരിക്കണം. അപ്പം ഇതെത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ആൻജിയോഗ്രാം ഒഴിവാക്കുക, അതിന് പകരം ഹാർട്ട് സ്കാൻ ചെയ്യുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ബൈപ്പാസ് സർജറി ഒഴിവാക്കുക. ഇതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും പോയി ചെയ്യുന്ന അതേ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഇന്ത്യയിൽ എൻ്റെ സെൻറ്ററിൽ അവൈലബിളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഈ 90% ബൈപ്പാസ് സർജറി ആവശ്യമില്ലെന്നാണ് WHO വാക്ക്. അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ഒരു പ്രയോജനം പേഷ്യൻ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്കുകളെ പിന്നെ അലിയിച്ച് കളയും. ആ ഒരു ദിവസം തന്നെ ഒരു 10-20% അലിയിച്ച് കളയാൻ സാധ്യത ഉണ്ട്.
അപ്പോൾ അതിൻ്റെ ഉദാഹരണത്തിന് നമ്മുടെ മാർത്തോമ മഹാരാജൻ്റെ മകൻ്റെ ബൈപ്പാസ് സർജറി ഒഴിവാക്കി. പിന്നെ അതുപോലെ KR നാരായണൻ സാറിനൊരു ബൈപ്പാസ് സർജറി ചെയ്തതാണ്, രണ്ടാമത് ചെയ്യാൻ ഒക്കില്ല. അതുകൊണ്ട് ഞാൻ അവിടെ രാഷ്ട്രപതി ഭവനിൽ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോർട്ടർ അദ്ദേഹത്തിനും ഇതേ പ്രോബ്ലത്തിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതേപറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.